നഗരസഭയിൽ തൈക്കാട് വാർഡിലെ LDF സ്ഥാനാർത്ഥി ജി വേണുഗോപാലിനൊപ്പം നമ്മുടെ റിപ്പോർട്ടർ നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, ഒരിക്കൽ കൂടി നൃപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നൃപൻ, ഇതിപ്പോൾ സ്ഥാനാർത്ഥി വേണുഗോപാലാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ പ്രചാരണം എവിടെ വരെ എത്തി, ഒപ്പം മറ്റു വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? ഇന്നിപ്പോൾ ചൂട് പിടിക്കുന്നു ഓരോ മണിക്കൂർ ചെല്ലും തോറും. നൃപൻ, എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുമായുള്ള വിശേഷങ്ങൾ? തീർച്ചയായും ഭദ്ര, തെരഞ്ഞെടുപ്പിൻ്റെ വലിയ പോരാട്ടത്തിന് നടുവിലാണ്. കാരണം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ്. അതുകൊണ്ട് എല്ലായിടത്തും തദ്ദേശ സ്ഥാപനങ്ങൾ വലിയ തരത്തിലുള്ള പ്രചരണത്തിൻ്റെ ക്യാമ്പയിനിൻ്റെ ഒരു മൂർധന്യ ഘട്ടത്തിലേക്ക് കേരളം കടക്കുകയാണ്. തീപാറും മത്സരം നടക്കുന്ന വാർഡുകളുണ്ട്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ, ഒപ്പം തന്നെ നഗരസഭ, കോർപ്പറേഷൻ. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് തൈക്കാട് വാർഡിലാണ്. തൈക്കാട് വാർഡെന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൃദയ കേന്ദ്രമാണ്. അതായത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി. അത് അറിയാത്ത ഇപ്പോഴത്തെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് അന്ന് ജനിച്ച ഇന്ന് സജീവമായ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവരും പഴയ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖരും ഒക്കെ തന്നെ തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രൗഢഗംഭീരമായ വലിയ തരത്തിലുള്ള പ്രതാപമുള്ള ഒരു ആശുപത്രിയാണ്. ഇന്നും ഈ ആശുപത്രി വലിയ മികവുറ്റ രീതിയിൽ തന്നെ നിൽക്കുന്നു. ഒപ്പം തന്നെ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാർക്ക് അറിയാം, തൈക്കാട് സ്ത്രീകളുടെ കുട്ടികളുടെ ആശുപത്രി ജനനം മുതൽ തൈക്കാട് ശാന്തി കവാടം വരെ, മരണം വരെയുള്ള ഒരു സർക്കിളുണ്ട്. അത് രണ്ടും ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് തൈക്കാട് എന്ന് പറയുന്നത്. തൈക്കാട് തലസ്ഥാന നഗരത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഹൃദയബന്ധമുള്ള ഒരു വാർഡാണ്. ആ വാർഡിലെ സ്ഥാനാർത്ഥി വേണുഗോപാലനാണ് LDFിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജി വേണുഗോപാലനാണ്. ജി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ 92-ൽ, അതായത് യൂണിവേഴ്സിറ്റിയുടെ പ്രതാപകാലത്ത് 125ാമത്തെ വർഷത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ചെയർമാനായിരുന്ന ആളാണ്. അധ്യാപകനായിരുന്നു. ഈ പ്രദേശത്ത് അത്രയേറെ സുപരിചിതനായ ആളാണ്. വേണുഗോപാലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു പ്രഭാതത്തിലാണ് നമ്മൾ അദ്ദേഹത്തിനൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിനൊപ്പമുള്ള പ്രവർത്തകരൊപ്പം ചേരുന്നുണ്ട്. ഈ ജി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, SFIയുടെ ഭാരവാഹിയായിരുന്നു, യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാനായിരുന്നു അല്ലേ, യൂണിവേഴ്സിറ്റി യൂണിയൻ വൈസ് ചെയർമാൻ ആയിരുന്നു, സെനറ്റ് അംഗമായിരുന്നു. അങ്ങനെ സജീവമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ മുഖവരി അയച്ചേട്ടാ പറഞ്ഞു, തൈക്കാട് വാർഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു. തൈക്കാട് വാർഡിൻ്റെ ഈ ഒരു കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസനം തന്നെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് നേരെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ സ്മാർട്ട് റോഡാണ്. ഈ സ്മാർട്ട് റോഡ് സഞ്ചരിക്കുന്ന ഏറ്റവും വലിയ പ്രദേശം എന്ന് പറയുന്നത് തൈക്കാട് വാർഡാണ്. ഈ വികസന പ്രവർത്തനങ്ങൾക്കൊരു വോട്ടായി തൈക്കാട് വാർഡിലെ ജനവിധി മാറുമോ? മാറും, ഉറപ്പായിട്ടും മാറും. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് തൈക്കാട് വാർഡിൽ നടത്തിയിട്ടുള്ളത്. സ്മാർട്ട് റോഡിൽ വഴുതക്കാട് നിന്ന് തുടങ്ങി തൈക്കാട് ഹോസ്പിറ്റൽ വരെയുള്ള ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൈർഘ്യമേറിയ സ്മാർട്ട് റോഡ് ഈ വാർഡിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ 11 ഇട റോഡുകളുണ്ട്. ആ ഇട റോഡുകൾ സ്മാർട്ട് റോഡുകളായി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആർട്സ് കോളേജ്, സംഗീത കോളേജ്, മോഡൽ വലിയ പ്രതാപശാലികൾ പഠിച്ച മോഡൽ സ്കൂള്, ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ജനനത്തിന് ഏറ്റവും പേരുകെട്ട ഒരു ഹോസ്പിറ്റലായിരുന്നു തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ഹോസ്പിറ്റൽ. ആശുപത്രി ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ്. ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു വാർഡാണ് തൈക്കാട് വാർഡ്. അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഒരു വികസനത്തിന് തുടർച്ചയുണ്ട്. പിന്നെ നമ്മൾ നഗരസഭയിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുണ്ട്. അപ്പം തന്നെ ചേട്ടൻ്റെ ഈ പ്രദേശത്ത്, ഞാൻ മുഖവരായി പറഞ്ഞതാണ്, ചേട്ടൻ്റെ വ്യക്തിപരമായ ബന്ധമുണ്ട്. ഒന്ന്, ഈ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. SFI കാലം മുതൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നയിക്കുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ അറിഞ്ഞതാണ്, ഇപ്പോൾ ദീപക് SB ദീപക്, പിന്നെ ഒപ്പം തന്നെ നമ്മുടെ അജിന് ഒപ്പം തന്നെ അതേ കാലത്ത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചെയർമാൻ. അപ്പോൾ ചേട്ടന് ശേഷമാണോ 3 പേര് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന? എനിക്ക് ശേഷമാണ് ദീപക്കും അജിനും ചെയർമാൻമാരായിരുന്നു. ഞാൻ 1992 കോളേജിൻ്റെ 125ാം വാർഷിക ആഘോഷം നടക്കുന്ന വേളയിൽ കോളേജിൻ്റെ ചെയർമാനായിരുന്നു. നിരന്തരം നല്ല പരിപാടികൾ ആ കോളേജിൽ നടത്തി വളരെ പ്രശസ്തി നേടിയ ഒരു കാലഘട്ടമായിരുന്നു വിദ്യാർത്ഥി ജീവിതത്തിലെ കോളേജ് യൂണിയൻ സ്ഥാനം വഹിച്ചിരുന്ന സമയത്ത്. അന്ന് അതിനുശേഷം നടന്നിട്ടുള്ള വിളനില സമരം നഗരത്തെ ആകെ പിടിച്ചുകൊടുക്കുകയോ ഒരു വലിയ സമരമായിരുന്നു. അതിന് നേതൃത്വം നൽകുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ പ്രദേശത്തെ ഒരു 35 വർഷക്കാലത്തെ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ സജീവമായി ഉണ്ടായിരുന്നു. പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി, പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി എന്നീ രംഗങ്ങളിൽ ഇപ്പോഴും ലോക്കൽ കമ്മിറ്റി രംഗത്തെ തുടരുന്നുണ്ട്. അധ്യാപന ജീവിതത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും ഒരു
പങ്കായി നിർവഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രദേശത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ കുറച്ച് പേർക്ക് വേണു സാറാണ്, കുറച്ച് പേർക്ക് വേണു ഏട്ടനാണ്, SFI കാലത്ത് വേണു അണ്ണനാണ്. അങ്ങനെ വലിയ ബന്ധമുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി കോളേജ് ബന്ധപ്പെട്ട് പഴയ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് എന്ന് സ്ഥിരം യൂണിവേഴ്സിറ്റി കോളേജിൽ പരിപാടി, സാംസ്കാരിക പരിപാടി, തലസ്ഥാനത്ത് ഏത് സിനിമാ നടൻ വന്നാലും ഏത് സാംസ്കാരിക നയം വന്നാലും വേണിച്ചേട്ടൻ നേരെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വിളിച്ചുകൊണ്ട് പോകും, ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞു. ആ ഓർമ്മ എങ്ങനെ? അത് പ്രത്യേകമായി പറയേണ്ടത് നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തിയുമായിട്ടുള്ള ബന്ധമാണ്. തൈക്കാടാണല്ലോ അതിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രവും. അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കലാകാരന്മാരെ കോളേജിന് നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ഇന്നിപ്പോൾ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയൊരു സാഹിത്യ ക്യാമ്പ് നമുക്ക് സംഘടിപ്പിക്കാൻ, തകഴി അടക്കമുള്ളവർ ആ സാഹിത്യ ക്യാമ്പിൽ പങ്കെടുത്തു. കോളേജ് യൂണിയൻ നടത്തി, MN വിജയൻ, പിന്നെ ആനന്ദ് മാഷ്, അവരെല്ലാം തന്നെ ആ സാഹിത്യ ക്യാമ്പിൽ പങ്കെടുത്തു. വളരെ പ്രശസ്തി നേടിയ ഒരു സാഹിത്യ ക്യാമ്പാണ്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാധവിക്കുട്ടി അമ്മയുടെ അമ്മയായ ബാലാമണി അമ്മയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അങ്ങനെ ഒട്ടനവധി പരിപാടികൾ ആ കാലഘട്ടത്തിൽ നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാംസ്കാരിക രംഗത്തുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ M ജയചന്ദ്രൻ, സംഗീത സംവിധായകനും ഗായകനുമായിട്ടുള്ള M ജയചന്ദ്രൻ ചേട്ടൻ ജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സന്ദേശം ഇട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ആ ബന്ധങ്ങൾ ഇപ്പോഴും ഉണ്ട്. 1990 MBS യൂത്ത് കെയറിൻ്റെ ആരംഭം ജയചന്ദ്രൻ്റെ പിന്നെ സാന്നിധ്യത്തിലാണ്. MBS സാറാണ് ആ യൂത്ത് കോറിൻ്റെ മിക്ക സംഘാടകൻ. ഇവരെല്ലാം സാറിൻ്റെ ശിഷ്യന്മാരായിരുന്നു. നമ്മളെല്ലാം അതിൻ്റെ സംഘാടനത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അന്ന് തൊട്ടുള്ള ബന്ധം ഇന്നും ജയചന്ദ്രനുമായി ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. അതുപോലെ ഒട്ടനവധി സാഹിത്യകാരുണ്ട് ഇവിടെ. നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ നീന പ്രസാദ്, സുധീർ കരമന, അലൻസീർ, ജോബി, അങ്ങനെ നീണ്ട നേരം തന്നെ നീണ്ട നേരം തന്നെ നമ്മുടെ പിന്നെ ആ സമയത്തുള്ള കലാകാരന്മാർ കോളേജിൽ പഠിച്ചവരും അല്ലാതെ തന്നെ നഗരത്തിലെ ഒട്ടുമിക്ക സാംസ്കാരിക പരിപാടികളിലും നിറസാന്നിധ്യമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഭദ്ര, എനിക്ക് പിന്നിലുള്ളത് ഇവിടുത്തെ പ്രവർത്തകരാണ്. വിവിധ പോഷക സംഘടനയിൽ ഒപ്പം തന്നെ വിരമിച്ച വിവിധ സർക്കാർ ജീവനക്കാർ അടക്കമുള്ള വലിയ സുഹൃത്തുക്കളാണ്. ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തകർക്കായി രാവിലെ വോട്ടഭ്യർത്ഥിക്കാൻ ഇറങ്ങിയാണ്. ഈ വേണുചേട്ടൻ്റെ പിന്നിൽ നിൽക്കുന്ന ആൾ DYFIയുടെ നേതാവാണ്. തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട എല്ലാവർക്കും അറിയാം. മാത്രമല്ല ഇവിടുത്തെ മുൻ കൗൺസിലറാണ്. വിദ്യയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച പല വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് വേണുചേട്ടൻ ചോദിക്കുന്നത്. അതുകൊണ്ട് വേണുഗോപാലൻ എന്ന വേണുചേട്ടൻ തലസ്ഥാനത്ത് തൈക്കാടിൽ വിജയിച്ചു വരും എന്ന ആത്മവിശ്വാസമാണ് പ്രവർത്തകർക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ആത്മവിശ്വാസം എല്ലാവരുടെയും മുഖത്ത് കാണാനുണ്ട്. അങ്ങനെ ഞാൻ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ പ്രവർത്തനം പറയുകയാണെങ്കിൽ നഗരസഭയുടെ വികസനം, ഒപ്പം തന്നെ 1ഉം 2ഉം പിണറായി സർക്കാർ കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച, ഇതൊക്കെ തന്നെ വോട്ടായി മാറും എന്ന അഭ്യർത്ഥനയാണ് വേണുഗോപാലൻ എന്ന LDF സ്ഥാനാർത്ഥി തൈക്കാട് മുന്നോട്ട് വയ്ക്കുന്നത്. തൈക്കാട് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കട്ടെ എന്ന് കൈരളിയുടെ ആശംസ കൂടി ഭദ്ര നമുക്ക് ചേരാം. എല്ലാവിധ ആശംസകളും. ഒപ്പം തന്നെ രാവിലെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ കൈരളിക്കൊപ്പം സമയം പങ്കുവച്ചതിനുള്ള എല്ലാവിധ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. വിജയാശംസകൾ.